മലയാളികളെ ഒന്നടങ്കം നോവിച്ച ഒരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. എന്നും കൂട്ടത്തിലൊരാൾ എന്ന് തോന്നിച്ച ഒരു നടൻ തന്നെയായിരുന്നു കലാഭവൻ നവാസ് ഓർമ്മയായിരിക്കുന്നത്. ഓർക്കാപ്പുറത്തെ ആ വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്നവരും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചോറ്റാനിക്കരയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു പോകും സമയമായതും റൂമിൽ നിന്നും നവാസിന്റെ പ്രതികരണം ഇല്ലാതായതും അന്വേഷണത്തിൽ അദ്ദേഹം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതും. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമ സീരിയൽ മേഖലകളിൽ നിറഞ്ഞു നിന്ന നടി രഹനയാണ് നവാസിന്റെ ഭാര്യ. ഇവർക്ക് 3 കുഞ്ഞുങ്ങളുമുണ്ട്. നവാസിന്റെ ഭാര്യയായി വീട്ടമ്മയുടെ റോളിലേക്ക് രഹന ഒതുങ്ങുമ്പോൾ അന്നവർ അറിയപ്പെടുന്ന നടിയായിരുന്നു. ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന സ്ത്രീ എന്ന പരമ്പരയിൽ അതിന്റെ പല സീസണുകളിലും ഒന്നിലെ പ്രധാന നായികയായിരുന്നു രഹനയും സജിത ബേഡിയും. നവാസ് അക്കാലത്ത് മിമിക്രിയും അഭിനേതാവുമായി ഒരുപോലെ സജീവമായിരുന്ന നാളുകളും. അപ്പോഴേക്കും മാട്ടുപ്പെട്ടി മച്ചാൻ പോലുള്ള സിനിമകളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു നവാസ്. രണ്ടുപേരും അഭിനേതാക്കൾ ആയിരുന്നുവെങ്കിലും ഇതൊരു പ്രണയവിവാഹം എന്ന് വിളിക്കാൻ സാധ്യമല്ല. സെറ്റുകൾ ആയിരുന്നപ്പോൾ അവരുടെ കണ്ടുമുട്ടൽ അത് സംഭവിച്ചത് 1999 ഡിസംബർ മാസത്തിൽ ചങ്ങരംകുളത്ത് വെച്ചായിരുന്നു. അഭിനയം മാത്രമല്ല, നന്നായി നൃത്തം ചെയ്യുന്ന ആൾ കൂടിയാണ് രഹന. അവിടെ നടന്ന ഒരു ഡാൻസ് പരിപാടിയിൽ വെച്ച് നവാസും കുടുംബവും രഹനയെ ആദ്യമായി കണ്ടുമുട്ടി. രഹനയെ ഇഷ്ടമായ നവാസിന്റെ കുടുംബമാണ് പിന്നീട് കല്യാണാലോചനയുമായി മുന്നോട്ട് പോയത്. നവാസിന്റെ ജ്യേഷ്ഠനും നടനുമായ കലാഭവൻ നിയാസ് രഹനയുടെ പിതാവിനോട് പെണ്ണ് ചോദിച്ചു പോവുകയായിരുന്നു. നാടകം നടന്നായിരുന്ന ഹസനാരെ സംബന്ധിച്ച് രഹന മാത്രമായിരുന്നില്ല മകൾ, രഹനയുടെ മൂത്ത സഹോദരി കൂടി ഉണ്ടായിരുന്നു. രഹനയുടെ ചേച്ചി സ്വപ്നയുടെ വിവാഹം അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. പിന്നെയും കാത്തിരിപ്പ്. 3 വർഷങ്ങൾ കൂടി വന്നു സ്വപ്നയുടെ വിവാഹം കഴിഞ്ഞ് രഹനയെ നവാസിനെ കൈപിടിച്ചു കൊടുക്കാൻ. വടക്കാഞ്ചേരിയിൽ വെച്ച് 2002 ഒക്ടോബർ 27 വിവാഹം. അന്ന് രഹന ചലച്ചിത്ര സീരിയൽ മേഖലയിലെ തിരക്കുള്ള നടിയായിരുന്നതിനാൽ വിവാഹ ദിവസം എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. അന്നുമുണ്ടായിരുന്നു ഷൂട്ടിംഗ്. എന്തായാലും അന്ന് സ്ത്രീ എന്ന പരമ്പര തുടർന്നുകൊണ്ടിരിക്കുന്ന നാളുകളായിരുന്നു. സ്ത്രീയുടെ ഷൂട്ടിംഗ് രഹനയുടെ വിവാഹത്തിനോട് അടുത്ത നാളുകൾ വരെ തുടർന്നു. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വരെ രഹനയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞായറാഴ്ച രാവിലെ രഹനയെ വിവാഹ ദിനത്തിൽ വധുവായി എത്തിച്ചേരണം. അങ്ങനെയായിരുന്നു വിവാഹവും. ഇത്രയധികം സ്നേഹിച്ച 2 പേർ. ഈ ഒരു മരണം ആ കുടുംബത്തെ സംബന്ധിച്ച് തകർത്ത് കളയുന്ന ഒരു നിമിഷം തന്നെയാണ്. 3 മക്കളെ മാറോട് ചേർത്തിരിക്കുന്ന രഹനയെ ആശ്വസിപ്പിക്കാനാകാതെ തന്നെ ഉറ്റവർ വല്ലാതെ വിഷമിച്ചു. അതേസമയം നടന് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കോവൂർ പറഞ്ഞിരുന്നു. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയാണ് ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നെന്നും വിനോദ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു. പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത്. വിനോദ് കോവൂർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ ഇന്നലെ രാത്രി 11 മണിക്ക് ചേതനേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്ന് തോന്നി. കവളത്ത് തട്ടി നവാസിക്ക എന്ന് വിളിച്ചു നോക്കി. കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനേറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക മറഞ്ഞു. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം. ഏതു നിമിഷം പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചുവെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എങ്കിലും ഇവിടെ അതിനൊന്നും സ്ഥാനമില്ലല്ലോ. നവാസിക്കയുടെ സമയം വന്നു, നവാസിക്ക പോയി, അത്ര തന്നെ. കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്ന നവാസിക്ക ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു. ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസിക്കയ്ക്ക്. ഇനി നവാസിക്ക ഓർമ്മകളിൽ മാത്രം. വിശ്വസിക്കാൻ പ്രയാസം. പഠിച്ചോൺ നവാസിക്കയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം. സഹിക്കാനാകുന്നില്ല നവാസിക്ക. ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം, ഒരു നോക്കുകൂടി കാണാൻ. ശരിക്കും പേടിയാവുകയാണ്. 51ാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും. പ്രണാമം എന്നിങ്ങനെയായിരുന്നു ആ ഒരു കുറിപ്പ് പങ്കുവച്ചത്.